UDF അധികാരത്തിൽ വന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായി. UDF അധികാരത്തിൽ വരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് മുസ്ലിം ലീഗാണ്, മുസ്ലിം സംഘടനകളാണ്. അതിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സംസ്ഥ EK വിഭാഗമാണ്. സംസ്ഥ EK വിഭാഗത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും, പൊതുവെ പറഞ്ഞാൽ UDFും. EK വിഭാഗം മുഖപത്രമായ സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. വായിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. കാരണം UDFിനെ രൂക്ഷമായി കടന്നാക്രമിക്കുന്നു സുപ്രഭാതം മുഖപ്രസംഗത്തിൽ. എന്ന് വെച്ചാൽ സമസ്ത EK വിഭാഗത്തിൻ്റെ നിലപാടാണ് പറയുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് EK വിഭാഗം ഒന്നടങ്കം മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് UDFിനെ അധികാരത്തിലേറ്റിയത്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ UDFിന് അനുകൂലമായി ഏകീകരിപ്പിച്ചതിൽ വലിയ നിർണായക പങ്ക് വഹിച്ചു സമസ്തയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളും. ഇപ്പോൾ അവർ നിലവിളിക്കുകയാണ് തെറ്റിപ്പോയി എന്ന്. ആ നിലവിളി മുഴുവൻ ഈ മുഖപ്രസംഗത്തിലുണ്ട്. വായിക്കാൻ നമുക്ക് പ്രസക്ത ഭാഗങ്ങൾ മുഖപ്രസംഗത്തിൻ്റെ. പാലത്തായ് പീഡനക്കേസിലെ പ്രതി കുനിയിൽ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിയെക്കുറിച്ചാണ് ഈ മുഖപ്രസംഗം തുടങ്ങുന്നത്. തലക്കെട്ട് ഇങ്ങനെയാണ്: നീതി നിഷേധത്തിൻ്റെ പാലത്തായ് മോഡൽ എന്ന്. പാലത്തായ് പീഡനക്കേസിലെ പ്രതി കുനിയിൽ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നു വാങ്ങിയ തോൽവിയാണ്. 10 വയസ്സ് മാത്രമുള്ള പിഞ്ചു ബാലിക അറിവ് പകർന്നു നൽകേണ്ട അധ്യാപകനാൽ സ്കൂളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കേസായിട്ടും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയായിരുന്നു. ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയതിന് പിന്നിൽ ഒറ്റ കാരണമേയുള്ളൂ: പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തവ്യമായ അലംഭാവമാണത്. ഈ അലംഭാവം ഇരയോടുള്ള അനീതി മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ്. തുടക്കം മുതൽ വൻ ജനരോഷവും വിവാദമുയർത്തിയ കേസിനെ പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്ത രീതിയും ദുരൂഹമാണ്. നേരത്തെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരായി വാദിച്ച കേസാണിത്. LDF സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും ഗൗരവമേറിയ ഒരു കേസിനെ അങ്ങേയറ്റം ലാഘവത്തോടെയാണ് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തത്. UDF സർക്കാരിൻ്റെ കാലത്ത് കേസ് നടത്തിപ്പിനായി പരിചയസമ്പന്നരായ മുതിർന്ന അഭിഭാഷകരെ നിയോഗിക്കണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGP ഓഫീസ് പാടെ അവഗണിക്കുകയായിരുന്നു. പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതു മുതൽ സർക്കാർ അഭിഭാഷകർ സ്വീകരിച്ച മൃദു സമീപനവും നിസ്സംഗതയുമാണ് നീതി നിഷേധത്തിന് വഴി തുറന്നത്. കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് DGP ഫലപ്രദമായ ഒരു ഇടപെടലും നടത്തിയില്ലെന്നതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഗവൺമെൻറ് പ്ലീഡറുടെ നടപടികളിൽ ഇരയുടെ കുടുംബം തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ നിസ്സംഗതയും അലംഭാവവും പ്രതിയെ സഹായിക്കാനാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. പ്രതിയുടെ അപ്പീലും ഇരയുടെ നിയമസഹായ അവകാശവും സംബന്ധിച്ച് പാനൂർ സ്റ്റേഷനിലെ വനിതാ ഓഫീസർ മഫ്തിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാവിനെ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവ് പാലിക്കാതെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാദമായതോടെ ഇരയുടെ മാതാവിനെ കാണാൻ പാനൂർ സ്റ്റേഷനിലെ വനിതാ ഓഫീസർ എത്തി. കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ നേരിട്ടെത്തി ആവശ്യപ്പെട്ട പ്രകാരം അഡ്വക്കേറ്റ് സൂരജ് ഇരിഞ്ഞിക്കലിനെ നിയമിക്കുകയുണ്ടായി. കേസ് ഉടൻ എടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അഭിഭാഷക നൽകിയതാകട്ടെ ദുർബലമായ ഒരു ഒബ്ജക്ഷൻ റിപ്പോർട്ട്. തലശ്ശേരി പോക്സോ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച അതേ വാദങ്ങളാണ് ഹൈക്കോടതിയെ സമർപ്പിച്ച ജാമ്യ ഹർജിയിലും ആവർത്തിച്ചത്. എന്നിട്ടും 100-ലേറെ പേജുള്ള ഇരയുടെ മൊഴി ഹൈക്കോടതിയുടെ മുന്നിലെത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മുഖപ്രസംഗം നീളുകയാണ്. രൂക്ഷമായ വിമർശനത്തിൻ്റെ ഭാഷയാണ് സമസ്തയുടെ മുഖപത്രം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. LDF സർക്കാരിൻ്റെ കാലത്ത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ DGP നേരിട്ട് ഹാജരായിരുന്നു കേസിൽ. അങ്ങനെയാണ് കുറ്റവാളിക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചത്. എന്നാൽ ഇന്ന് ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്ത് എല്ലാം അവിടെ അവസാനിപ്പിച്ച് കൈ കഴുകുകയാണ് DGP ചെയ്തത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ചെയ്തത് എന്നോർക്കണം. മുഖപ്രസംഗത്തിൽ അത് എടുത്തു പറയുന്നു. പരാജയങ്ങൾ എണ്ണി എണ്ണി പറയുന്നു.
DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGP പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. കേസ് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ ഇടപെടൽ ഹൈക്കോടതിയിൽ നടത്താൻ തയ്യാറാകാത്ത പ്രോസിക്യൂഷനെ ആ സ്ഥാനത്ത് നിർത്തരുത്. അവരെ പറഞ്ഞുവിടാൻ തയ്യാറാകണം സർക്കാർ. ചെറിയ സംഭവമല്ല, വലിയ കേസാണ്, വലിയ കാലം ചർച്ച ചെയ്ത കേസാണ്, വലിയ വിവാദമായ കേസാണ്. ആ കേസിൽ പോലും ഇത്രയും കാര്യക്ഷമമല്ലാതെ പ്രവർത്തിച്ച ഒരു പ്രോസിക്യൂഷനെ എങ്ങനെ നിലനിർത്താൻ കഴിയും? ഈ DGPയെ എന്തിന് നിലനിർത്തണം? ഈ ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. അതെല്ലാം പോകട്ടെ, ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നടന്നു, അതിനുശേഷമെങ്കിലും ഇടപെടാൻ തയ്യാറായോ മുസ്ലിം ലീഗ്? തയ്യാറായില്ല എന്നതിന് അർത്ഥം സമസ്തയെ, EK വിഭാഗത്തെ പൂർണ്ണമായും തള്ളുകയാണ്. അവരുടെ വികാരം മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല മുസ്ലിം ലീഗ് എന്നതാണ് ഈ മുഖപ്രസംഗം നമ്മോട് വിളിച്ചു പറയുന്നത്. LDF സർക്കാർ ഭരിക്കുമ്പോൾ EKയുടെ പ്രസിഡന്റ്, സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പിണറായി വിജയൻ. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിയോ മുസ്ലിം ലീഗ് നേതാക്കളോ EKയെ പൂർണ്ണമായും തള്ളുന്നു. എന്ന് വെച്ചാൽ EK വിഭാഗം സമസ്തയെ പൂർണ്ണമായും തള്ളുന്നു. അവരുടെ ആവശ്യങ്ങൾ, വികാരങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. ഇതാ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമസ്ത EK വിഭാഗം ആദ്യം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന പാലത്തായി കേസിൽ തോറ്റുകൊടുത്തിരിക്കുന്നു സർക്കാർ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധം പൂർണ്ണമായി അലയടിക്കുന്നുണ്ട് ഈ മുഖപ്രസംഗത്തിൽ. സമസ്ത EK വിഭാഗത്തിൻ്റെ സുപ്രഭാതം എന്ന ദിനപത്രത്തിൻ്റെ ഈ മുഖപ്രസംഗത്തിൽ അത് സമസ്തയുടെ അഭിപ്രായമാണ്, നിലപാടാണ്, ആവശ്യമാണ്.